എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ക്രിസ്പി ആയിട്ടുള്ള, അതുപോലെ തന്നെ 1-2 മാസം വരെ നമുക്ക് കേടുകൂടാതെ ആവശ്യാനുസരണം എടുത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു കോഴിയടൻ്റെ റെസിപ്പിയാണ്. ഉണ്ടാക്കിയിട്ട് ഗൾഫിലേക്കെല്ലാം കൊടുത്തു വിടാനും അതുപോലെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനും കൂടെ പറ്റിയ നല്ലൊരു കോഴിയടൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ചിക്കൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ബീഫ് വെച്ചിട്ടോ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോഴിയട ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കിലോ ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുപ്പ് ഓൺ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-12 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അതുകൊണ്ട് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം ആകുമ്പോൾ തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റോളം അടച്ച് വെക്കുക. ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം, അത് മറക്കരുത്. അപ്പോൾ വീണ്ടും 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് ചിക്കനെല്ലാം അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് ഇതിലുള്ള വെള്ളം ഒന്ന് തീ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് ചിക്കൻ വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ഒരു സമയം കൊണ്ട് ഞാനിതാ ഒരു ചെറിയ മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, കുറച്ച് മല്ലിയില കൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ പൊടിക്കാത്ത കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലിപ്പോൾ പൊടിക്കാത്ത കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ മുഴുവനും ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ മിക്സീൻ്റെ ജാറിൽ തന്നെ നമ്മൾ വേവിച്ചെടുത്ത ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് നല്ലോണം പൊടിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ക്രഷായി കിട്ടിക്കോളും. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ ഈ ഒരു രീതിയിൽ ആയി കിട്ടിക്കോളും. അങ്ങനെ ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ചിക്കൻ മുഴുവനും ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ചൊരു വലിയ ഉരുളിയാണ് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിന്. ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് കട്ട് ചെയ്തത് ചേർത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. 1/2 കിലോ ചിക്കന് ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് ഒരു 2 മാസമൊക്കെ കേടുകൂടാണ്ട് ഇരിക്കേണ്ടതല്ല. സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വഴറ്റി ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കറിവേപ്പില കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടില്ലേ, അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇതെല്ലാം ചെയ്താൽ മതി. അങ്ങനെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തതിന്. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവിനായിട്ട് കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിന്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ക്രഷാക്കി വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടണം. അതിനുശേഷം ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയെ മിക്സ് ചെയ്ത് നമുക്കിത് നല്ലതുപോലെ വറുത്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വറുത്തെടുത്താൽ മാത്രമേ നമുക്ക് 1-2 മാസം വരെ കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ തീരെ കരിയാനും പാടില്ല, നല്ലതുപോലെ വറുത്ത് കിട്ടുകയും വേണം. അപ്പോഴാണ് നല്ല ആ ഒരു ഫില്ലിങ്, ഈ ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ, നല്ല ക്രഞ്ചി ആയിരിക്കും.
കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാ ഇടയ്ക്കിടെ മിക്സ് ചെയ്ത് ഇതുപോലെ വറുത്തെടുക്കുക. പിന്നെ ഇടവിട്ട് നമുക്കിതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം വെളിച്ചെണ്ണയും ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഒരു 4-5 പ്രാവശ്യം ഓരോ ടേബിൾ സ്പൂൺ വീതം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഒരു അരമണിക്കൂറെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഇത് നല്ലതുപോലെ വറുത്തെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ കളറ് മാറി വരും. അങ്ങനെ ഇതാ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രഞ്ചിയായി വന്നിട്ടുണ്ട് ഈ ഒരു ഫില്ലിങ്. ഈ ഒരു രീതിയിലാണ് കേട്ടോ വറുത്തെടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ഈ ഒരു കോഴിയട കേടുകൂടാതെ 1-2 മാസം വരെ ഇരിക്കുകയുള്ളൂ. ഇതിൻ്റെ ഒച്ച ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നല്ല ചിൽ ഒച്ച. ഈ ഒരു രീതിയിൽ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫില്ലിങ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് സമയം ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കരുത്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ എനിക്ക് ഈ മാവ് കുഴക്കാനായിട്ട് 1 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നതിന്. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്ന അത്ര ലൂസിൽ വേണ്ട, കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായിട്ട് മാവ് കുഴച്ചെടുക്കുക. എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് ഈ ഒരു നമ്മളെ മുകൾ ഭാഗവും വരികയുള്ളൂ. അങ്ങനെ ഇതാ എല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗീ ചേർത്ത് കൊടുത്താലും ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കുറേ നാൾ നിൽക്കും. ഗീക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്ക് പരത്തിയിട്ട് റെഡിയാക്കാം. അപ്പോൾ ഇതാ നമ്മളിത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് ഒരേ വലുപ്പത്തിലുള്ള പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 4 ഉരുളകളാക്കി മാറ്റാം. നിങ്ങൾക്ക് എങ്ങനെയാണോ പരത്താൻ എളുപ്പം അതിനനുസരിച്ചിട്ട് 4, 3, 2 അങ്ങനെ ഉരുളകളാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരേ വലുപ്പത്തിലുള്ള 4 ഉരുളകളാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഉരുളകളാക്കി വെക്കുക. അപ്പോൾ ഇതാ 4 എണ്ണം ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ചപ്പാത്തി പലകയിൽ അല്പം മൈദ തൂകിയിട്ട് നമുക്കിതൊന്ന് പരത്തി വെക്കാം. ഒരെണ്ണം എടുത്ത് പരത്തുമ്പോൾ ബാക്കിയുള്ളത് അടച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് പരത്തി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുക. ഇനി ഇതിതാ ഞാൻ ഇതുപോലത്തെ ബിസ്ക്കറ്റ് കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒന്നുകിൽ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് കട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിൻ്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ ഇടക്കെല്ലാം വരുന്ന ആ ഒരു മാവ് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് കുഴച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇത് പരത്തിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. ഈ കട്ട് ചെയ്തെടുത്തതിലെല്ലാം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് നന്നായിട്ടൊന്ന് ചൂട് പോയിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ 1 ടീസ്പൂൺ വീതം ഫില്ലിങ് ഓരോന്നിലേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ എല്ലാത്തിലേക്കും വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതാ ഓരോന്നും കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഒട്ടാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നനച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, അതുകൊണ്ട് വെള്ളം നനച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലൊന്ന് പിരിച്ചു കൊടുക്കാം. എനിക്ക് കറക്റ്റൊന്നും പിരിക്കാനൊന്നും അറിയില്ല, അറിയുന്നത് പോലെ ഞാൻ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പിരിച്ചെടുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് പ്രസ്സാക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അച്ചുണ്ടാവും, അച്ച് വെച്ചിട്ട് അമർത്തിയെടുത്താൽ മതി. അപ്പോൾ ഏതാണോ എളുപ്പം അതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എണ്ണ കയറും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ
ചിക്കൻ്റെ ഫില്ലിങ് വേണ്ടാന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ ഫില്ലിങ്ങും ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് പിന്നെ ഒതുക്കിയിട്ട് ആ ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുക്കുക. ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാം ഞാനിതുപോലെ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുക. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. എന്നാലാണ് 1-2 മാസം വരെയെല്ലാം കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. നല്ല ക്രിസ്പിയോടുകൂടെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പൊതിർന്നത് പോലെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാറ്റുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ചൂട് പോയതിന് ശേഷം നല്ല കണ്ടെയ്നറിലിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഗൾഫിലേക്കെല്ലാം കൊടുത്ത് വിടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കിയിട്ട് കൊടുത്ത് വിട്ടാൽ മതി. പിന്നെ ഉണ്ടാക്കി സെയിൽ ചെയ്യാനെല്ലാം ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉണ്ടാക്കി സെയിൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി കോഴിയടൻ്റെ റെസിപ്പിയാണ്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.